ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള കൂവക്കാട്ടച്ചൻ കർദിനാളായി ഉയർത്തപ്പെട്ടതിൽ ഞങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. റോമായിലെ പഠനകാലത്താണ് അദ്ദേഹത്തെ അടുത്തറിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചത്. 1999 ഒരു സെമിനാരിക്കാരനായിട്ട് തിയോളജി പഠനത്തിനായിട്ട് പൗത്യ പിതാവ് കൂവക്കാട്ടച്ചനെ റോമിലേക്ക് അയക്കുന്നത്. കൊച്ചേരി പിതാവിൻ്റെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം റോമിൽ എത്തുന്നത്. അതിനുശേഷം 2004 അദ്ദേഹം വൈദികനായി ഓർഡൈൻ ചെയ്യപ്പെട്ടു. ഏതാണ്ട് ആ വർഷം തന്നെ അദ്ദേഹം ഡിപ്ലോമാറ്റിക് സർവീസിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമാറ്റിക് സർവീസിലെ പരിശീലനമൊക്കെ പൊന്തിഫിക്കൽ അക്കാഡമി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. അതിനുശേഷം 2006 അദ്ദേഹം ഡിപ്ലോമാറ്റിക് സർവീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ തന്നെ റോമിലെ സാന്താക്രോച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം കാനൻ ലോയിലും ഡോക്ടറേറ്റ് എടുത്തു. 2006 മുതൽ 2020 വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വത്തിക്കാൻ്റെ എംബസിയിൽ അദ്ദേഹം മാർപ്പാപ്പയുടെ പ്രതിനിധിയായി, എംബസിയുടെ സെക്രട്ടറിയായി ഒക്കെ, കൗൺസിലറായി ഒക്കെ സേവനം ചെയ്തു. ഏതാണ്ട് 2021 അദ്ദേഹം വീണ്ടും റോമിലേക്ക്, വത്തിക്കാനിലേക്ക് തിരിച്ചു വരുന്നത്. ഇതുവരെ ഒരു ഇന്ത്യക്കാരനും അലങ്കരിക്കാത്ത ഒരു പോസ്റ്റാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മാർപ്പാപ്പയുടെ തൊട്ട് അടുത്ത് തന്നെയായിരുന്നുകൊണ്ട് മാർപ്പാപ്പയുടെ യാത്രകളെല്ലാം ക്രമീകരിക്കുന്ന ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ്. അതിൽ എല്ലാവരും തീർച്ചയായിട്ടും ആശ്ചര്യപ്പെട്ടു, എങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ഇത്തരം ഒരു പദവിയിലേക്ക് വരുന്നത്. അത് തീർച്ചയായിട്ടും കൂവക്കാട്ടച്ചൻ്റെ സ്വഭാവ വിശേഷങ്ങൾ കൊണ്ടാണ്. ഒത്തിരിയേറെ എളിമയുള്ള, ലാളിത്യമാർന്ന പെരുമാറ്റമാണ് അച്ഛൻ്റെ. നമ്മൾ എടുത്തു പറയണം. മറ്റുള്ളവരെ സഹായിക്കാൻ അച്ഛൻ എപ്പോഴും ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഈ കൊച്ചേരി പിതാവിൻ്റെ ആണെങ്കിലും കൂവക്കാട്ടച്ചൻ്റെ ആണെങ്കിലും ഒരു പ്രത്യേകത ഞങ്ങൾ പറയാറുണ്ട്. കടം മേടിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന രണ്ടാളുകളാണെന്ന് ഞങ്ങൾ പറയാറുണ്ട്. അവർ രണ്ടുപേരും എപ്പോഴും അങ്ങനെയാണ്. സെമിനാരി കാലഘട്ടങ്ങളിൽ ഈ കൂവക്കാട്ടച്ചൻ ജോർജ് ചേട്ടൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മറ്റൊന്നുമല്ല, എല്ലാവർക്കും അദ്ദേഹം ഒരു വലിയേട്ടനായിരുന്നു. എല്ലാവരുടെയും കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുമായിരുന്നു. അതുകൊണ്ട് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ എല്ലാവരും ജോർജ് ചേട്ട എന്നാണ് വിളിച്ചിരുന്നത്. സാധാരണയായി ഡിപ്ലോമാറ്റിക് സർവീസിൽ സേവനം ചെയ്യുന്നവർ ആർച്ച് ബിഷപ്പുമാരായിട്ട് ഉയർത്തപ്പെടാറുണ്ട്. അതുകൊണ്ട് കൂവക്കാട്ടച്ചൻ അധികം താമസിക്കാതെ തന്നെ ഒരു ആർച്ച് ബിഷപ്പാകും എന്ന് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറം ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ഒരു കർദിനാളായിട്ടാണ് ഉയർത്തിയത്. സാധാരണ ഈ ചെറുപ്രായത്തിൽ, അദ്ദേഹത്തിന് 51 വയസ്സേ ഉള്ളൂ, ചെറുപ്രായത്തിൽ ഒരു കർദിനാളായി ഉയർത്തപ്പെടുക വലിയ കാര്യമാണ്. ഏഷ്യയിലെ ഒരു കർദിനാൾ, അദ്ദേഹത്തെക്കാളും പ്രായം കുറഞ്ഞ ഒരു കർദിനാളുണ്ട് എന്ന് കേട്ടു. എന്നാൽ പോലും ഒരു ഏഷ്യക്കാരൻ ഈ പദവിയിലേക്ക് ഇത്ര ചെറുപ്പത്തിലേ കടന്നു വരുന്നത് അത്യപൂർവമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വലിയ ഉത്തരവാദിത്വമാണ് അച്ഛൻ്റേത്. മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ആഗോള കത്തോലിക്ക സഭയുടെ മുഴുവൻ തലവനാണ്. അതേസമയം വത്തിക്കാൻ സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റാണ്. ഒത്തിരിയേറെ ഡിപ്ലോമസി, ഔദ്യോഗികത ഉൾക്കൊള്ളുന്ന ഒരു ഓഫീസാണ് അദ്ദേഹത്തിൻ്റേത്. പക്ഷേ അതെല്ലാം അദ്ദേഹം വളരെ സത്യസന്ധമായി, കാര്യക്ഷമതയോടുകൂടി, 100% ആത്മാർത്ഥതയോടുകൂടി നിർവഹിച്ചു. അത് ദൈവം കണ്ടു. അത് തീർച്ചയായിട്ടും മാർപ്പാപ്പയും കണ്ടു. അദ്ദേഹത്തിൻ്റെ വിനയാന്വിതമായ സേവനത്തിന് മാർപ്പാപ്പ വലിയൊരു അംഗീകാരം കൊടുക്കുകയാണ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് പാലാ പിതാവ് അദ്ദേഹത്തെപ്പറ്റി പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ജെന്തിലേസ പേഴ്സോണിഫിക്കാത്ത എന്ന ഒരു ഇറ്റാലിയൻ വാക്കാണ്. ജെന്തിലേസ പേഴ്സോണിഫിക്കാത്ത എന്ന് പറഞ്ഞാൽ ഒരു ജെൻറ്റിൽ മാൻ, സ്വീറ്റ് മാനാണ്. ആ ഒരു ജെൻറ്റിൽ മാൻ്റെ മാന്യതയുടെ മനുഷ്യാവതാരമാണ് അച്ഛൻ എന്നാണ് സൂചിപ്പിച്ചത്. അത് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. കൂട്ടുകാരെ ഇത്രയേറെ കെയർ ചെയ്യുന്ന, അവരുടെ ഓരോ ചെറിയ ആവശ്യവും മനസ്സിലാക്കുന്ന, ഓടിയെത്തി അവരെ സഹായിക്കുന്ന ഒരു സ്നേഹിതനായിരുന്നു അഭിവന്യ പിതാവ്. ഏറെ ഹൃദയപൂർവ്വം പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.